ബഹുസ്വരമായ ഇന്ത്യൻ സമൂഹത്തിൽ ദേശീയ ഐക്യം എത്രമാത്രം പ്രധാനമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പരാമർശമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ നടത്തിയത്. ദേശീയ സാമൂഹ്യ ഐക്യത്തിന് സുപ്രധാന ഘടകമാണ് സാഹോദര്യം എന്നുറപ്പിച്ചു പറഞ്ഞ സുപ്രീം കോടതി ഉയർന്ന ഭരണഘടനാ പദവികൾ വഹിക്കുന്ന പൊതുപ്രവർത്തകർ ഒരു പ്രത്യേക സമൂഹത്തെ ലക്ഷ്യം വെക്കാൻ പാടില്ല എന്നും ചൂണ്ടിക്കാട്ടി. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് തന്നെ വർഗീയ പ്രസ്താവനകൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊരു പരാമർശം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഘുഷ്ഖോർ പണ്ഡിറ്റ് എന്ന സിനിമയുടെ പേരിനെ ചൊല്ലിയുള്ള കേസിലായിരുന്നു ശ്രദ്ധേയമായ ആ അഭിപ്രായ പ്രകടനം സുപ്രീം കോടതി ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ നടത്തിയത്. ഘുഷ്ഖോർ പണ്ഡിറ്റ് എന്ന സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സിനിമയുടെ പേര് സമൂഹത്തിലെ ഒരു വിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഒടുവിൽ പേര് മാറ്റാമെന്ന് നിർമ്മാതാക്കൾ തന്നെ സമ്മതിച്ചതോടെ ഹർജി തീർപ്പായെങ്കിലും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതുകയായിരുന്നു. 30 പേജുള്ള ആ അഭിപ്രായക്കുറിപ്പിൽ സാഹോദര്യത്തെക്കുറിച്ചും അംബേദ്കറുടെ ജനാധിപത്യ ദർശനത്തെക്കുറിച്ചുമായിരുന്നു അദ്ദേഹം പ്രധാനമായും കുറിച്ചത്. ഒപ്പം വർത്തമാനകാല ഇന്ത്യയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു പരാമർശവും അദ്ദേഹം നടത്തി. പ്രസംഗങ്ങൾ, മീമുകൾ, കാർട്ടൂണുകൾ, ദൃശ്യകലകൾ തുടങ്ങി ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനും അവഹേളിക്കുന്നതിനും ഭരണഘടനാപരമായി ആർക്കും അനുവാദമില്ല എന്നായിരുന്നു ആ വാചകം. ഭരണഘടനാ പദവിയിലിരിക്കുന്നവർക്കില്ല, അല്ലാത്തവർക്കുമില്ല എന്നും അദ്ദേഹം ആ കുറിപ്പിൽ എടുത്തു പറഞ്ഞു. മതം, ഭാഷ, ജാതി, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രത്യേക സമൂഹത്തെ ലക്ഷ്യം വെക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് പറഞ്ഞ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് അധികാരത്തിലേറിയ ഉയർന്ന പദവികൾ വഹിക്കുന്നവർക്കും ഇത് ബാധകമാണ് എന്നും വ്യക്തമാക്കി. ഈ പരാമർശങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രസക്തമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് കണക്കുകൾ കൂടി പരിശോധിക്കാം. ഇന്ത്യ ഹേറ്റ് ലാബ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 2025 ഇന്ത്യയിലുടനീളമുള്ള മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. BJP നേതാവും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായ പുഷ്കർ സിംഗ് ധാമി ആയിരുന്നു വിദ്വേഷ പ്രസംഗം നടത്തിയവരിൽ 1-ാം സ്ഥാനത്ത്. 6-ാം സ്ഥാനത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും 9-ാമത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടത് എന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് അസം മുഖ്യമന്ത്രിയും BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പരാമർശങ്ങളും പുറത്തു വന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരെന്നും മറ്റും അധിക്ഷേപിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കണമെന്നുമൊക്കെ ആഹ്വാനം ചെയ്യുന്ന ഹിമന്തയുടെ നിരവധി വിദ്വേഷ പ്രസംഗങ്ങൾ അടുത്തിടെയാണ് നമ്മൾ കേട്ടത്. എന്തിനേറെ, മുസ്ലിം വിഭാഗത്തിനിടയിൽ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന വെള്ളത്തൊപ്പി ധരിച്ചവരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊല്ലുന്നതായി ചിത്രീകരിക്കുന്ന AI വീഡിയോ അടക്കം അസം BJP സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി അന്ന് വിസമ്മതിക്കുകയായിരുന്നു. അത്തരത്തിൽ ഭരണഘടനാ പദവി വഹിക്കുന്നവർ തന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സാഹചര്യം ജനാധിപത്യ ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിലക്കുന്ന വിദ്വേഷ പ്രാസംഗികർക്ക് മുന്നറിയിപ്പ് നൽകുന്ന പരാമർശം സുപ്രീം കോടതി നിലവിൽ നടത്തിയിരിക്കുന്നത്.